അന്നേ ഞാൻ പറഞ്ഞാണ്. അല്ലെങ്കിൽ എന്റെ വാക്ക് ഒരുത്തനും കേൾക്കല്ലേ. കൂട്ടത്തിൽ നിന്റെ വാക്ക് കേൾക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അത് സത്യ മാല എന്ന് പറഞ്ഞ കൊച്ചിന്റെ അരങ്ങണ വാങ്ങി കഴുത്തിയിട്ടേക്കുന്നു. അതെല്ലാം വിട്. ജംഗ്ഷനിൽ കുമാറുമാമ ചായക്കട കൊടുക്കുന്ന പറഞ്ഞപ്പം അത് കൊടുക്കുന്ന വിലക്ക് നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞ. ഒരു നല്ല കാറ്റടിച്ചാലേ ആ ജംഗ്ഷൻ തന്നെ പറന്നു പോകും. അത് 4-3 ഷീറ്റ് അടിച്ച് അതിന് 2 ലക്ഷം രൂപ എങ്ങനെ വരുന്ന വിവരമില്ല എനിക്ക്. ഓ, എനിക്ക് വിവരമില്ല. പക്ഷെ വിവരം ഉള്ളവന്മാര് അവിടെ ചായക്കട വാങ്ങിച്ച് പുതിയ ചായക്കട ഇട്ട് പുതിയ ചായ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കിയവന്മാര് ആ ചായക്കടയ്ക്ക് ഒരു പേര് വിട്ട്. എന്താ പേര്? ഡുഫ്രിക്കട്ട കഫേ. പേരിട്ട മോശമായി പോയി. എന്റെ വിഷമമാവുന്നല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താ കേൾക്കാത്തത്? ആരായാലും അവിടെ വന്ന് ഒരു 3 ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചു. സനീഷ് അണ്ണൻ കട കൊടുക്കും, നമുക്ക് അവിടെ തുടങ്ങിക്കൂടെ? എന്റെ പൊന്ന് വിനായക, ഈ ചായക്കട എന്ന് പറയുന്ന 4 ആൾ കൂടുന്ന ജംഗ്ഷനിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ അവിടുന്ന് 1/2 കിലോമീറ്റർ മാറി ഏതാ ഒരു വഴി, ആ വഴി വെട്ടി ആരാണെന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഇങ്ങനെ എപ്പോഴും ചായ കുടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആസ്മേരേഖ അസുഖമുള്ളതാണ്. ആശിറേ, ആശിറേ, ഇനിയെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കാവോ? ഞാൻ കേൾക്കാം. നീ പറ, എന്താ കാര്യം? എന്താ? നിങ്ങൾ രണ്ടുപേരും കുറെ നാളുകൊണ്ട് IT മേഖലയിൽ ജോലി നേടാനായിട്ട് കോഴ്സ് അന്വേഷിച്ച് നടക്കുകയല്ലേ? അതെ. എഡ്യൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച ട്രെയിനിങ്ങും ലൈഫ് ലോങ് പ്ലേസ്മെന്റും സപ്പോർട്ടും. ഏതൊക്കെ കോഴ്സ് ഉണ്ട് അവിടെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക്, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ടോ അവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ പോവാം. ഇവന്റെ അടുത്ത് പറയണ്ട. ഇത് തന്നെ വിനായകൻ നീ രക്ഷപ്പെടാത്ത.